സേതുപതി കത്രീന കൈഫ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഈ അടുത്ത് റിലീസായിട്ടുള്ള പടമാണ് മേരി ക്രിസ്മസ്. ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. പടത്തിൻ്റെ ജോണറൊന്നും ഞാൻ പറയണില്ല. ശരിക്കും ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടം കാണുമ്പോഴുള്ള ആ ഒരു അതിൻ്റെ ഒരു ഫീല് കിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർ വേറെ രീതിയിലാണ് ഈ പടം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധികം നമുക്ക് പറയാനായിട്ട് പറ്റില്ല, സ്പോയിലറായി പോവും. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പടം, നൈസ് പടമുണ്ട്. പക്ഷേ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ട് പടത്തിൻ്റെ കഥ ഞാൻ പറയണില്ല. എന്ന് വെച്ചാൽ സീനുകളും ഒന്നും ഞാൻ പറയണില്ല. ഇത് നമ്മളെന്തായാലും ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് പടമല്ല. ബട്ട് ഇതിൻ്റെ 2 ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടാലും നമുക്ക് എന്തൊക്കെ ഉണ്ടാകാൻ പോണു എന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് പടം ആയിരിക്കില്ല. നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാവും എന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലല്ല. നമ്മുടെ വിചാരിക്കണതിൻ്റെ ഒന്നും നമുക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടില്ല. പടം ഭയങ്കര ക്ഷമയിലിരുന്ന് കാണാനാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം ഭയങ്കര സ്മൂത്തിൽ പോണ ഒരു പടമാണ്. പടം തുടങ്ങിയ 1 മണിക്കൂറിൽ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതെന്താ നടക്കുന്നത്, എന്താ സംഭവം, ഇതെങ്ങോട്ടാണ് ഈ കഥയുടെ പോക്ക്, എന്താണെന്നൊന്നും മനസ്സിലാവില്ല. കാരണം കുറേ സീനുകൾ കാണിക്കുന്നുണ്ട്, കണ്ടിന്യൂഷൻ ഇല്ലാത്ത കുറേ സീനുകൾ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വിവരിക്കാത്ത രീതിയിലുള്ള സീനുകൾ കുറേ ഇതിൽ കാണിക്കുന്നുണ്ട്. 1 മണിക്കൂറിനോട് അടുക്കുന്നോട് കൂടിയിട്ട് ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പടം പിന്നെ നൈസാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇൻ്റർവെല്ലിൽ ഇൻ്റർവെല്ല് അടിപൊളി ഇൻ്റർവെല്ലാണ്. എനിക്ക് ഇൻ്റർവെല്ല് ഭയങ്കര ഇഷ്ടമായി. ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ പടം അങ്ങോട്ട് നൈസാണ്. നമ്മൾ വിചാരിച്ച പോലെ സംഭവം വരില്ല. അതാണ് കൂടുതൽ രസമായിരിക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ ഈ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും അവർ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം ഈ ഒരു രീതിയിൽ ഒതുങ്ങിപ്പോകും എന്നുള്ളൊരു തോന്നൽ നമുക്ക് എന്തായാലും വരും. അപ്പോൾ ക്ലൈമാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ പടം ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഭയങ്കര രീതിയിൽ നമ്മളിങ്ങനെ ആകാംക്ഷയിൽ നിർത്തിയിട്ടുള്ള രീതിയിൽ ഈ പടം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു കഥയാണിത്. നല്ല അടിപൊളി കഥയാണ്. എനിക്ക് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ആളൊരു വേറെ രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പടം. പിന്നെ BGM, ടൂൺ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വേറെ രീതിയിലാണ്. നമ്മൾ ഇതേവരെ കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേണിലും കൂടിയല്ല ഈ പടം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പടം ഒരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതേ ടൈപ്പ് പടങ്ങൾ വേറെ ടൈപ്പിലും വേറെ രീതിയിലും ഒരേ പാറ്റേണിൽ തന്നെ ചെയ്തു പോയിട്ടുള്ള പടങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളൊക്കെ ഒരേ പാറ്റേണിലാണ് ചെയ്യുക. പക്ഷേ ഇത് ഇത്തിരി വ്യത്യസ്തമായിട്ട് ആൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കത്രീന കൈഫും സേതുപതിയാണ്. അപ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പെർഫോമൻസ് വൈസ് നോക്കാനാണെങ്കിൽ പിന്നെയെന്ന് പറയുമ്പോൾ പെർഫോമൻസും അധികം ആനത്തലായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു പടമല്ല ഇത്. ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തിട്ടുള്ള പടമാണ്. സാധാരണ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സാധാരണ നമ്മൾ ചെയ്യുക? ആ ഒരു സംഭവമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഓവറായിട്ടൊന്നും ഇതിൽ കൊടുത്തിട്ടുമില്ല. ഒരു തരത്തിലുള്ള ഫാൻറ്റസിയും ഈ പടത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നും ഇല്ല. കാരണം ചിലപ്പോൾ ചിലർക്ക് ലാഗടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സ് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നൈസ് പടമുണ്ട്. കഥ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പറയുന്നത്. കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ കാണണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലൊന്നും വരില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ.